ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. അത് ഞാൻ ഒന്നുകൂടി ആലോചിച്ചപ്പോ ഞാൻ ജീവൻ അവളുടെ വിശ്വാസത്തിൽ ചില ശരികളൊക്കെ ഉണ്ടെന്ന് എനിക്കും ചിലപ്പോഴൊക്കെ തോന്നിയിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളത് ഇന്ന് അവനെന്റെ മുന്നിൽ തെളിയിച്ചു. അവന്റെ ലക്ഷ്യം നിത്യയെ സ്നേഹിക്കാന്നുള്ളതൊന്നുമല്ല, നിത്യയോടൊപ്പം ജീവിക്കാനുമല്ല, അവളെ കൊല്ലാനാ അമ്മാവ. അയ്യോ, അതിന് ഞാൻ സമ്മതിക്കില്ല. ഇനി അവളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ലെന്ന് എന്റെ മനസ്സിൽ തീരുമാനമെടുത്തു കഴിഞ്ഞു. പക്ഷെ അവള് പറയുന്നത് അമ്മാവൻ കേട്ടതല്ലേ? അവള് പറയുന്നത് അവളുടെ താലിയെക്കുറിച്ച്. എത്ര കാലമായി നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങള് ആട്ടും തുപ്പും ചവിട്ടും ഒക്കെ ഏൽക്കുന്നത് ഈ താലിയുടെ പേരില്. അങ്ങനൊരു കുരുക്ക് കഴുത്തിൽ ഇട്ടു കൊടുത്തിട്ട് ഒന്ന് ഉറക്കെ ശബ്ദിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാതെ എത്രയോ പേര് കുടുംബങ്ങളിൽ ചത്തൊടുങ്ങി പോയിട്ടുണ്ട്. അതിന്റെ ബാക്കിയ ഇവള്. ആചാരങ്ങളൊക്കെ പഠിപ്പിച്ച് ഈ പെണ്ണുങ്ങളൊക്കെ ഒതുങ്ങി നടക്കണമെന്ന് ശീലിപ്പിക്കുന്നതിനിടയിൽ താലിയുടെ മഹത്വം പറഞ്ഞ് അവളെ കുരുക്കിയതിന്റെ കൂലി. അതിൽ നിത്യം മാത്രം കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എന്നെങ്കിലും ഒരിക്കല് ഈ അടിമത്തൊക്കെ വലിച്ചെറിഞ്ഞിട്ട് പെണ്ണുങ്ങളൊക്കെ നേരെ മുഖത്ത് നോക്കി സംസാരിക്കുന്ന രീതിയിൽ നിൽക്കണം. അന്ന് തീരും ഈ താലി കൊണ്ടുള്ള ഈ തടവ്. നിത്യം മാറി ചിന്തിക്കും അമ്മാവ. അവള് ബുദ്ധിയുള്ള പെണ്ണ. ഇപ്പൊ അവളുടെ കണ്ണുകളെ മൂടിയിരിക്കുന്ന ഇരുട്ട് അത് അവള് തന്നെ മാറ്റും. അത് കഴിഞ്ഞാല് അവൾ എന്റെ സ്നേഹം തിരിച്ചറിയും, എന്റെ അരികിലേക്ക് വരും. അതുവരെ ദാ ആ ഡിവോഴ്സ് പേപ്പർ അത് ഞാൻ സൂക്ഷിക്കും. എടാ മോനെ, തടസ്സം നിൽക്കുന്നവര് നിൽക്കട്ടെ, ചതിക്കുന്നവര് മുഴുവൻ ഇറങ്ങട്ടെ. പക്ഷേ സ്നേഹത്തിനൊരു സത്യമുണ്ട്. അവസാനം അതേ ജയിക്കൂ. എനിക്കത് ഉറപ്പാണ്. ഹരി എന്താ അങ്ങനെ പെരുമാറിയെന്ന് എനിക്കറിയില്ല. ഹരി അങ്ങനത്തെ ആളല്ല. ഞാനതൊന്നും മനസ്സിൽ വെച്ചിട്ടില്ല നിത്യ. നിനക്കും നമ്മുടെ കുടുംബത്തിനും ഹരി എന്തൊക്കെ സഹായം ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ടാ അയാൾ അത്രയൊക്കെ ചെയ്തിട്ടും ഞാനൊന്നും ചെയ്യാതിരുന്നേ. അമ്മ ഡിവോഴ്സ് പേപ്പർ തന്നപ്പോൾ ഒന്നും നോക്കാതെ ഞാൻ ഒപ്പിട്ടു. അതെൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തു കൂട്ടിയ തെറ്റുകൾക്കുള്ള പ്രായശ്ചിത്തമാണ്. നിനക്കൊരു നല്ല ജീവിതം ഉണ്ടാവണമെന്നുള്ള എൻ്റെ ആഗ്രഹമാണ്. പക്ഷെ എന്നിട്ടും ചിലരെന്നെ തെറ്റിദ്ധരിക്കുന്നു. എല്ലാം മറക്കണം ജീവൻ. ശരി, നിത്യ എന്താ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടാതിരുന്നത്? എല്ലാവർക്കും സന്തോഷം അതല്ലേ?
രണ്ടും ചുറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടിയല്ലേ നിത്യം ജീവിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് എന്തു പറ്റി? അത് ഞാൻ ഒന്നുകൂടി ആലോചിച്ചപ്പോ ഞാൻ ജീവൻ ഭർത്താവ് ജീവിച്ചിരിക്കുന്ന ഒരു പെണ്ണാണ് ഞാൻ. വേറൊരു താലി ഞാൻ കഴുത്തിലണിഞ്ഞൂടാ. ജീവനെ സംബന്ധിച്ച് നീ ഇപ്പൊ ഹരിയുടെ ഭാര്യയാണ്. 6 വർഷമായി നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ടെന്ന അവൻ വിശ്വസിച്ചിരിക്കുന്നത്. അതല്ലാതെ മറ്റെന്തെങ്കിലും അവൻ അറിഞ്ഞാൽ നീ കൊല്ലപ്പെടുന്നതിന് മുൻപ് ഞാൻ എന്റെ ജീവൻ കളഞ്ഞിരിക്കും. നീ അവളുടെ മുൻപിൽ നല്ലവനാകാൻ ശ്രമിക്കുന്നത് എന്തിനാണെന്നൊക്കെ എനിക്കറിയാം. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നീ ഇനി ആരെയും പറ്റിക്കില്ല.